ഇസ്രായേൽ മക്കൾ മിസ്രൈമിൽ നിന്ന് പുറപ്പെട്ടു വരുമ്പോൾ അവർ മാറായിൽ എത്തി. അവിടെയുള്ള വെള്ളം അവർക്ക് കുടിക്കുവാൻ കഴിഞ്ഞില്ല. മാറായിലെ വെള്ളത്തിന് കയ്പായിരുന്നു. ദൈവം അവരോട് കരുണ കാണിച്ചു, മാറായെ മധുരമാക്കി. എന്നാൽ അവിടെ വെച്ച് ദൈവം അവർക്ക് ചട്ടങ്ങളും പ്രമാണങ്ങളും ഒക്കെ കൊടുത്തു. ദൈവം ഇസ്രായേൽ മക്കളോട് പറഞ്ഞു, നിങ്ങൾ യഹോവയുടെ വാക്ക് ശ്രദ്ധയോടെ കേട്ട് അവന് പ്രസാദമുള്ളത് ചെയ്യുകയും അവൻ്റെ കൽപ്പനകൾ വിധികളും ഒക്കെ പ്രമാണിക്കുകയും ചെയ്താൽ ഞാൻ മിസ്രൈമ്യർക്ക് വരുത്തിയ വ്യാധികളെ നിങ്ങൾക്ക് വരുത്തുകയില്ല. ഞാൻ നിങ്ങളെ സൗഖ്യമാക്കുന്ന യഹോവയാകുന്നു എന്നരുളി ചെയ്തു. പ്രിയപ്പെട്ടവരെ, ഇസ്രായേൽ അവർ ദൈവത്തിന് പ്രസാദമുള്ള പ്രവൃത്തികൾ എന്തെന്ന് അറിയുകയും അവർ ദൈവത്തിന് പ്രസാദമുള്ള പ്രവൃത്തികളെ ചെയ്തു വരികയും ചെയ്തു വന്നു. അങ്ങനെ ഇരിക്കവെയാണ് അവർ യേശുവിൻ്റെ അടുക്കൽ വന്നത്. അവർ യേശുവിനെ കണ്ടപ്പോൾ യേശുവിനോട് ചോദിച്ചു, ദൈവത്തിന് പ്രസാദമുള്ള പ്രവൃത്തികളെ പ്രവർത്തിക്കേണ്ടതിന് ഞങ്ങൾ എന്ത് ചെയ്യണമെന്ന് ചോദിച്ചു. യേശു അവരോട് പറഞ്ഞു, ദൈവത്തിന് പ്രസാദമുള്ള പ്രവൃത്തി അവൻ അയച്ചവനിൽ നിങ്ങൾ വിശ്വസിക്കുന്നത് അത്രേ എന്ന് പറഞ്ഞു. പ്രിയപ്പെട്ടവരെ, ന്യായപ്രമാണത്തിൻ്റെ നിവൃത്തി നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവാണ്. ന്യായപ്രമാണം നിവർത്തിക്കുവാനാണ് യേശു വന്നത്. യേശു ഈ ഭൂമിയിലേക്ക് വന്നതൊരു ദൈവപ്രവൃത്തിയാണ്. യേശു പറഞ്ഞു, ഞാൻ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്ന അപ്പമാണ്, ഞാൻ ജീവൻ്റെ അപ്പമാണ്. മരുഭൂമിയിൽ ഇസ്രായേൽ മക്കൾക്ക് ഭക്ഷിക്കുവാൻ ദൈവം അന്ന് മന്ന നൽകിയതുപോലെ ഞാൻ ലോകത്തിന് ജീവനെ കൊടുക്കുവാൻ വന്നവനാണ്. നിങ്ങൾ എന്ത് ചെയ്യണം? നിങ്ങൾ എന്തെങ്കിലും ഒരു പ്രവൃത്തി ചെയ്യണമെന്നല്ല, ദൈവം ചെയ്തിരിക്കുന്ന പ്രവൃത്തിയെ നിങ്ങൾ വിശ്വസിക്കണം. അങ്ങനെ വിശ്വസിച്ചാൽ ഞാൻ നിങ്ങളെ സൗഖ്യമാക്കുന്ന യഹോവയാകും. വിശ്വസിക്കണം. യേശു കർത്താവ് നമ്മുടെ പാപത്തെ ചുമന്നു. യേശു കർത്താവ് നമ്മുടെ രോഗങ്ങളെ വഹിച്ചു, വേദനകളെ ചുമന്നു. യേശുവിൻ്റെ അടിപ്പിണരുകളാൽ നമുക്ക് സൗഖ്യം വന്നിരിക്കുന്നു. പ്രിയപ്പെട്ടവരെ, ദൈവം ചെയ്ത പ്രവൃത്തിയിൽ, ദൈവം പ്രസാദിച്ച പ്രവൃത്തിയിൽ ഇന്ന് പകൽ നിങ്ങൾക്ക് വിശ്വസിക്കുവാൻ കഴിയുന്നുണ്ടോ? നാം എന്താണ് ചെയ്യേണ്ടത്? നാം വിശ്വസിക്കണം. നമ്മെ രക്ഷിക്കുവാൻ രക്ഷകൻ വന്നു. നമുക്ക് സ്വർഗത്തിൽ പോകാൻ കഴിയുമായിരുന്നില്ല. നമുക്ക് ദൈവത്തെ പ്രസാദിപ്പിക്കുവാൻ കഴിയുമായിരുന്നില്ല. നമ്മുടെ ജഡം ബലഹീനമായിരുന്നു. നമുക്കത് കഴിയാത്തത് കൊണ്ടാണ് ദൈവം തൻ്റെ പുത്രനെ ലോകത്തിലേക്ക് അയച്ചത്. ദൈവം തന്നെ നമ്മെ രക്ഷിക്കുവാൻ മുൻകൈ എടുത്തത്. അങ്ങനെയെങ്കിൽ ഇന്ന് പകൽക്കാലം ദൈവത്തെ വിശ്വസിക്കുക, വചനത്തെ വിശ്വസിക്കുക, യേശു ചെയ്ത പ്രവൃത്തിയെ വിശ്വസിക്കുക. വിശ്വസിക്കുന്നവരുടെ മേൽ വ്യാപരിക്കുന്ന ദൈവശക്തി സൗഖ്യമായി, രക്ഷയായി, ജീവനായി, ആശ്വാസമായി നിങ്ങളിൽ വ്യാപരിക്കുന്നു. വചനത്തോട് പ്രതികരിക്കാം. ദൈവം നമ്മെ ഓരോരുത്തരും ഈ പകൽ അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ.